തിരുവനന്തപുരത്ത് മാളിലെ SFI മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തതിൽ വീഴ്ചയില്ല എന്ന് അന്വേഷണ റിപ്പോർട്ട്. ഇടിവളയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചെന്ന് FIR-ൽ പറയുന്നു. മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിലായിരുന്നു അന്വേഷണം. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് അറസ്റ്റിലായ 2 SFI പ്രവർത്തകർക്കും ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പോലീസിന്റെ നടപടിയിൽ സേനയ്ക്കുള്ളിൽ തന്നെ അമർഷം ശക്തമാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, ഭരിക്കുന്ന പാർട്ടിയുടെ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടന ആണെങ്കിൽ പോലീസിനെ മർദ്ദിച്ചാലും ഒരു പ്രശ്നവുമില്ല, പോലീസ് ഇടികൊള്ളുകയേ നിവൃത്തിയുള്ളൂ. അവസാനം വലിയ ജനരോഷം വന്നപ്പോഴാണ് നേരിയ തോതിലെങ്കിലും കേസെടുക്കാൻ തയ്യാറായത്. അതായത് അവർ ഇന്നലെ ജാമ്യത്തിൽ ഇറങ്ങി. ഈ പോലീസുകാരനെ ഇപ്പോഴും ജാമ്യമില്ലാ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പോലീസ് സേനയ്ക്കുള്ളിൽ അമർഷം. അതെ, ഇടികൊണ്ടവന് ഇപ്പോഴും ജാമ്യം ലഭിക്കുന്നില്ല. എന്തായാലും ഈ പോലീസിനെ ഇടിച്ചവർക്ക് ജാമ്യവുമുണ്ട്. പോലീസ് സേനയ്ക്കുള്ളിൽ അമർഷം ഇപ്പോഴും ശക്തമാണ്. ശിവദാസ് കന്മനം, അങ്ങനെയല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ ഒരു മാളിൽ പോലീസ് ഉദ്യോഗസ്ഥനായ മിഥുൻ റോയിയെ SFI പ്രവർത്തകർ പിന്തുടർന്നു വന്ന് മർദ്ദിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു. പക്ഷേ ഈ SFI പ്രവർത്തകർക്കെതിരെ കാര്യമായ കേസുകളൊന്നും തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള പരാതി പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അവർ പിന്നീട് ഈ സമ്മർദ്ദത്തിന് ശേഷമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉള്ള സമ്മർദ്ദത്തിന് ശേഷമാണ് ചില പോലീസുകാരുടെ മാത്രം ഭാഗത്തുനിന്നും ഉള്ള സമ്മർദ്ദത്തിന് ശേഷമാണ് പിന്നീട് ഈ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. പിന്നെ ചെറിയൊരു കേസ് മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കുറ്റമാണ് അവർക്ക് മേൽ ചുമത്തിയത്. അതുകൊണ്ട് തന്നെ അവർ ഇന്നലെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. നിസാര വകുപ്പുകളായിരുന്നു അവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഇത് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഈ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മിഥുൻ റോയ് ഇടിവള ഉപയോഗിച്ച് ഈ ഒരു SFI പ്രവർത്തകരെ മർദ്ദിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ അന്വേഷണത്തിൽ ഈ മിഥുൻ റോയ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരായ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അതായത് സേനയ്ക്കുള്ളിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ സേനയുടെ തന്നെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ പോലീസിൻ്റെ ഒരു സാധാരണ കൃത്യനിർവഹണ സമയത്ത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില ഇടപെടലുകളൊക്കെ വേണ്ടിവരും. അവരുടെ കൃത്യനിർവഹണത്തിന് വേണ്ടി സ്വാഭാവികമായും ചില പ്രതിരോധങ്ങളൊക്കെ വേണ്ടിവരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അതിനെതിരെ പോലീസ് കേസെടുക്കുകയാണ്. കാരണം മറുഭാഗത്തുള്ളത് SFI പ്രവർത്തകരാണ്. LDF സർക്കാരാണ് ഭരിക്കുന്നത്. അവരുടെ കുട്ടി സഖാക്കളാണ്. അവരുടെ വിദ്യാർത്ഥി CPM-ൻ്റെ വിദ്യാർത്ഥി സംഘടനയായി ഉൾപ്പെട്ട കുട്ടികളാണ്. ഈ ഒരു ന്യൂ ഇയർ ആഘോഷ സമയത്താണ് അത്തരത്തിൽ ഉള്ള ഒരു സംഭവം ഉണ്ടായത്. പോലീസുകാർക്ക് ഒരു DJ പാർട്ടി നടക്കുമ്പോൾ അത് സംഘർഷത്തിലേക്ക് കടക്കുന്ന സമയത്താണ് പോലീസ് ഇടപെട്ടതും ആ സംഘർഷത്തിൽ പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ സമയത്താണ് ഈ ഒരു മിഥുൻ റോയ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഈ സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ SFI വിദ്യാർത്ഥികളും മാളിലെത്തിയ മിഥുൻ റോയിയെ ഈ രീതിയിൽ പിന്തുടർന്ന് ചെന്ന് മർദ്ദിച്ചതും. പക്ഷേ ഈ മിഥുൻ റോയിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായൊരു അന്വേഷണം ഉണ്ടായില്ല. മറിച്ച് LDF സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള SFI വിദ്യാർത്ഥികൾക്ക് മർദ്ദിച്ച സംഭവത്തിൽ മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസുകൾ എടുത്തിരിക്കുന്നത്. ഇതിൽ വലിയൊരു അമർഷം ഇപ്പോഴും പോലീസ് സേനയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. KP ശിവദാസ് കന്മനമാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ.